പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലം കല്യാണസുന്ദരം എന്ന മഹത് വ്യക്തിയാണ്. ലോകത്തിലെ 10 ടോപ്പ് ലൈബ്രറിയൻസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളാണ് പാലം കല്യാണസുന്ദരം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ലൈബ്രറിയനും. 1962 ഇൻഡോ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് പാലം കല്യാണസുന്ദരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ ചെയിൻ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കുവാൻ തീരുമാനിച്ചു. ഇത് കണ്ട മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ച അല്ല ഈ ചെയിൻ എന്ന് പറയുന്നത്, സ്വർണ്ണ ചെയിൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ എന്തെങ്കിലും തന്നാൽ ഞാൻ സ്വീകരിക്കാം എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു വെല്ലുവിളിയായി അദ്ദേഹം ഏറ്റെടുത്തു. പിന്നീട് അദ്ദേഹം ജോലി സമ്പാദിച്ചപ്പോൾ 35 വർഷം, തൻ്റെ 35 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ആ കഠിനാധ്വാനത്തിൻ്റെ എല്ലാം തന്നെ 1 രൂപ പോലും മാറ്റിവെക്കാതെ അത് അദ്ദേഹം പാവപ്പെട്ടവർക്കും അശരണരായ ആൾക്കാർക്കും കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം കൊടുത്തത്, പിന്നെ എങ്ങനെ അദ്ദേഹം ജീവിക്കും? പിന്നെ അദ്ദേഹം തൻ്റെ ശമ്പളം മുഴുവൻ കൊടുത്തു എങ്കിലും വേറെ പല ജോലികൾ ചെയ്താണ് അദ്ദേഹം ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തിയത്. ഇത്ര വലിയൊരു മഹാനായ ഒരു വ്യക്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പേ പരിചയപ്പെടുത്തുന്നത്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സ്വർണ്ണ ചെയിൻ അദ്ദേഹം കൊടുക്കുവാൻ തയ്യാറായത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തിയത്. പിന്നീട് പാലം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി സംഭാവനകൾ പിരിച്ച് ആവശ്യക്കാർക്കായി വീതിച്ചു നൽകി. 1940 ഓഗസ്റ്റിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു മികച്ച ലൈബ്രറിയനും മനുഷ്യസ്നേഹിയും സാമൂഹിക പ്രവർത്തകനുമാണ് ഇദ്ദേഹം. തമിഴ്നാട് സർക്കാർ ഇദ്ദേഹത്തിന് മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡ് നൽകി. പഞ്ചാബ് സർക്കാർ മികച്ച ലൈബ്രറി സ്കോളർ ആയി അംഗീകരിച്ചു. തമിഴ്നാട് മനോന്മണീയം സുന്ദരനാർ സർവകലാശാല അദ്ദേഹത്തിന് മികച്ച അധ്യാപകൻ എന്ന ബഹുമതി നൽകി. 2012 മികച്ച ലൈബ്രറിയനുള്ള ബാപ്പാസി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. തമിഴ് ചലച്ചിത്ര താരം രജനീകാന്ത് ഇദ്ദേഹത്തെ തൻ്റെ പിതാവിനെ പോലെ കരുതി ദത്തെടുത്തു. അമേരിക്കൻ ഗവൺമെൻറ് മാൻ ഓഫ് ദ മില്ലേനിയം എന്ന ബഹുമതി നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. അമേരിക്കൻ സംഘടന സമ്മാനമായി നൽകിയ 30 കോടി രൂപയും ഇദ്ദേഹം സേവന പ്രവർത്തനങ്ങൾക്ക് നൽകി. കേംബ്രിഡ്ജിലെ ഇൻ്റർനാഷണൽ ബയോഗ്രാഫിക്കൽ സെൻറ്റർ ലോക കുലീനരിലെ ഒരാൾ എന്ന ബഹുമതിയും നൽകി. 20ാം നൂറ്റാണ്ടിലെ വിശിഷ്ട വ്യക്തികളിൽ ഒരാൾ എന്ന ബഹുമതി നൽകി ഐക്യരാഷ്ട്ര സംഘടനയും അദ്ദേഹത്തെ ആദരിച്ചു.